നേരത്തെ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുന്നതിന്റെ മുന്നേ തന്നെ എന്താ പറയാ താങ്കളുടെ കൂടെ തന്നെ കേട്ട മറ്റൊരു പേരായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ. അപ്പം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങൾ അവർ നേരത്തെ പോസ്റ്ററൊക്കെ അടിച്ച് അത്രയൊക്കെ സജ്ജമായിരുന്നു. അപ്പം അതിനെ തുടർന്ന് ഒത്തിരി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദീപ്തി അതിനകത്ത് അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട്. അത് ഒരു തവണയല്ല, നേരത്തെ മേയർ സ്ഥാനം അവർക്ക് പോയതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് വി ഡി സതീശന്റെ ഒരു ആളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ വി ഡി സതീശനാണ് സാറിന് വേണ്ടിയിട്ട് കൂടുതൽ വാദിച്ചത്, അങ്ങനെയൊക്കെയുള്ള ഒരു ടോക്ക് നേതൃത്വത്തിന്റെ ഇടയിലുള്ള ഒരു ഗ്രൂപ്പിസം പുറത്തു വന്നതാണോ? അതായത് വി ഡി സതീശന്റെ നോമിനി ആണ് എന്നാണ് പ്രധാനമായിട്ട് ഉയർന്ന വിമർശനം. അതിന് എന്താണ് മറുപടി പറയാനുള്ളത്? നിങ്ങൾക്ക് എവിടുന്നാണ് ഈ വാർത്തയൊക്കെ കാര്യം അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ്? അല്ല, നമ്മളിപ്പോ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇപ്പോ നമ്മൾ സർവം ദീപ്തം അങ്ങനെയുള്ള പല പോസ്റ്ററുകളും നമ്മൾ കണ്ടതാണ്. അപ്പോ അതൊരിക്കലും കേവലം ഒരു ആരോപണം അല്ലല്ലോ, നമ്മൾ കണ്ട കാര്യമാണല്ലോ. അപ്പോ പെട്ടെന്ന് ദീപ്തി മേരി വർഗീസിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പേരുമാറ്റത്തിലേക്ക് വരുമ്പോൾ അത് ഒരു ഗ്രൂപ്പിസത്തിന്റെ കളികളാണോ എന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമല്ലേ? അങ്ങനെ ഒരു ഗ്രൂപ്പ് പാർട്ടിക്കകത്തില്ല. സത്യത്തിൽ ദീപ്തിയും ഗ്രൂപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ദീപ്തിയൊക്കെ ഒരേ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. പാർട്ടിക്കകത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെ നോക്കിയൊന്നും പല സ്ഥാനങ്ങളിലേക്കൊന്നും ആരെയും വച്ചിട്ടൊന്നുമില്ല. അങ്ങനെ തീവ്രമായ ഗ്രൂപ്പൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും കൂടുന്ന ആളുകളൊക്കെ ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുമിച്ചിരിക്കാറുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ അങ്ങനെ ഒരു തീവ്രമായ ഗ്രൂപ്പും പ്രവർത്തനമൊന്നുമില്ല. ഇപ്പം ദീപ്തിയുടെ കാര്യത്തിൽ ദീപ്തി ഏറ്റവും കോമ്പറ്റൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഏറ്റവും മിടുക്കിയായ ഒരു വനിതാ നേതാവാണ്. അവരിപ്പോൾ നിലവിൽ കോർപ്പറേഷൻ കൗൺസിലറാണ്. അപ്പോൾ നമുക്ക് പാർട്ടിക്കകത്ത് പാർട്ടി തീരുമാനിക്കുന്നതല്ലേ. ഒരു സ്ഥാനത്തേക്ക് ദീപ്തിയെ പരിഗണിച്ചു, എന്നെ പരിഗണിച്ചു, വേറെ 2 പേരെ പരിഗണിച്ചു. അപ്പം സ്വാഭാവികമായും എല്ലാ ഘടകങ്ങളും പരിഗണിച്ചിട്ടാണല്ലോ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. ഇത്തവണ അങ്ങനെ നമ്മൾ ഇന്ന ആളാകും എന്ന് ഞാൻ പോലും വിചാരിച്ചിരുന്ന ആളുകളൊന്നും അവിടെ സ്ഥാനാർത്ഥിയായില്ല. ദീപ്തിക്ക് ഇച്ചിരി തിടുക്കം കൂടിപ്പോയാ? അല്ല, അങ്ങനെ ഈ പറഞ്ഞതുപോലെ പോസ്റ്റർ അടിക്കാനും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉള്ള പോസ്റ്റർ അടിക്കുന്നതിന് മനസ്സിലാക്കിയത് അതൊരു മുൻകരുതൽ എടുത്തതാണ്. പെട്ടെന്നുള്ളൊരു പ്രഖ്യാപനം വരുന്നതിന് മുൻപ് ഒരു മുൻകരുതൽ എടുത്തതാണ്. സ്വാഭാവികമായും അവർക്ക് വേണ്ടി പറയുന്ന അല്ലെങ്കിൽ അവരെ പ്രതീക്ഷിക്കുന്ന അങ്ങനെയാണല്ലോ. ഒരു 3-4 പാനൽ വരുമ്പോൾ മേയർ സ്ഥാനം തഴയപ്പെടുമ്പോൾ പറഞ്ഞത് നിയമസഭാ സീറ്റ് ഉറപ്പ് നൽകും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ആ ഒരു പ്രതീക്ഷ ദീപ്തിക്ക് ഉണ്ടാവുമായിരിക്കല്ലോ. അതാരാണ് ഉറപ്പ് പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയൊന്നും പാർട്ടിക്കകത്ത് ഇന്ന സ്ഥാനത്തേക്ക് പരിഗണിക്കുക അല്ലെങ്കിൽ ഇന്നതുപോലെ ആകുക എന്നുള്ളതൊന്നും അങ്ങനെ മുൻകൂട്ടിയൊന്നും പറയാറില്ലല്ലോ. അപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഞാൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ ചില നേതാക്കന്മാർ സ്വയം സ്ഥാനാർത്ഥി കുപ്പായം അണിയുന്ന ഒരു സാഹചര്യമുണ്ടോ? അതുകൊണ്ടായിരിക്കില്ല ഒരുപക്ഷെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരസ്യ പ്രതികരണം, അഭിപ്രായ ഭിന്നതകൾ, അതിനിടയിലുള്ള തർക്കങ്ങൾ, അതൊക്കെ ജനങ്ങളിലേക്ക് എല്ലാവരിലും കാണുന്ന രീതിയിൽ വിസിബിളായി നേതാക്കന്മാരുടെ തമ്മിൽ തല്ല് കാണുന്നത്? ഈ സ്ഥാനാർത്ഥി പട്ടിക വൈകിയതിലും ഈ പറഞ്ഞ കൂട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു, പിന്നെ അത് ദിവസങ്ങൾ നീളുന്നു. അത് കുറച്ചൊരു ട്രോൾ ആവാനെങ്കിലും കാരണമായില്ലേ? അതെ, അത് 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ. പക്ഷെ അന്ന് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ന ഡേറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ വന്ന സമയത്ത് ഗാനേഷ് കുമാർ എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു. അദ്ദേഹം വന്ന സമയത്ത് ഞങ്ങൾ പേഴ്സണലി സംസാരിച്ചാണ്. പക്ഷെ അവർക്കൊന്നും ഒരു ഐഡിയ ഇല്ല ഇതെന്ന് പ്രഖ്യാപിക്കപ്പെടുമെന്നുള്ളത്. ഇവിടെ റാവത്തായിരുന്നു അതിൻ്റെ ഓൾ പാർട്ടി മീറ്റിംഗ് എല്ലാം നടന്നത്. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ എന്നാണ് ഇലക്ഷൻ തീരുമാനിക്കുക? ഒരു ദിവസം ശനിയാഴ്ച ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഞായറാഴ്ച ഈ പറയുന്നത് പോലെ നേതാക്കന്മാർ ഡൽഹിയിൽ ചെന്ന് ബാക്കിയെല്ലാം സംസാരിച്ചൊക്കെ തീരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഡൽഹിയിൽ ഈ പറയുന്ന പോലെ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ, അദ്ദേഹം രോഗബാധിതനായിരുന്നു, ഡയാലിസിസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം വൈകി വരാനായിട്ട്, പിറ്റേ ദിവസമാണ് ചർച്ച തുടങ്ങിയത്. അപ്പോൾ കുറേ പേരുടെ ഏകദേശം ഒരു ഫൈനൽ തീരുമാനം എടുത്തിരുന്നു. അപ്പോൾ കുറേ കൂടി ഒറ്റ പേര് വന്നത് അല്ലെങ്കിൽ 1-2 പേരുള്ളത് ചർച്ച ചെയ്ത് ഒറ്റ പേരിലേക്കാക്കി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർട്ടി തീരുമാനിച്ചത്. അത് പിന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങൾക്കൊരു വാർത്ത കിട്ടണ്ടേ? അല്ല, അവസാനം പ്രതിപക്ഷ നേതാവ് രോഷാകുലനാവുന്നതൊക്കെ നമ്മൾ കാണേണ്ടി വന്നു. സ്വാഭാവികമായും അത്തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വ്യാജ വാർത്തകൾ കൊടുത്താൽ ആർക്കാണെങ്കിലും ഒരു അരിശം ഉണ്ടാകും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.